my dears. Today we are discussing finding square root through prime factorization. Prime factorization is എങ്ങനെയാണ് square root കണ്ടുപിടിക്കുക. Okay. In the last class we have discussed finding square root through repeated subtraction. അല്ലേ? Repeated subtraction method നമ്മൾ square root കണ്ടുപിടിച്ചു. അല്ലേ? Okay. Today we are discussing the new method, that is finding the square root through prime factorization. Okay, prime factorization എങ്ങനെയാണ് നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 256 അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ ഒരു സിമ്പിൾ നിങ്ങൾ ഓർത്തോണം. ഇങ്ങനെ ഒരു സിമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് സ്ക്വയർ റൂട്ടിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിമ്പലിലിട്ട് നമ്പർ തന്നാൽ നിങ്ങൾ ഓർത്തോണം ഇത് റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 256, അതായത് 256ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ചിലർ ഇങ്ങനെ ഒരു സിമ്പിളെ കണ്ടു വരുമ്പോൾ ചിലപ്പം എന്താന്ന് വിചാരിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഇത് സ്ക്വയർ റൂട്ട് എന്നാണ് ഈ സിമ്പിൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ റീഡ് ദിസ് നമ്പർ, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 256. നമുക്ക് 256ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നിങ്ങൾക്ക് ഡിവിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തതാണ്. ഫാക്ടർ ട്രീ വരച്ചിട്ടുണ്ട്. പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് അറിയാം അല്ലെ? അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് 256നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം അല്ലെ? അപ്പൊ നമുക്കറിയാം നമ്മുടെ സ്മോളസ്റ്റ് പ്രൈം നമ്പർ, വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ? യെസ്, 2 ആണ് അല്ലെ? 2 ആണ് നമ്മളുടെ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ. നോക്കിക്കേ, ഈ നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ദിസ് നമ്പർ വി ഹാവ് ടു ഡിവൈഡ് വിത്ത് 2. ഈ നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, ബിക്കോസ് ദ വൺസ് ഡിജിറ്റ് ഈസ് 6 അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് വൺസിന്റെ പ്ലേസിൽ 0, 2, 4, 6, 8 ഇവരിൽ ഏതെങ്കിലും ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ നമ്പേഴ്സിനെ എല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഓർത്തിരുന്നോണം. വൺസിന്റെ പ്ലേസിൽ 2, 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ നമുക്ക് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് 256നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഇട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, തെറ്റിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മാറ്റി 256നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവിഷൻ ഒക്കെ എല്ലാവർക്കും അറിയാം അല്ലെ? 1 2s are 2. Then next ഡിജിറ്റ് ഇറക്കി എഴുതി 5. 2ന്റെ ടേബിളിൽ 5 അല്ലെ? 2ന്റെ ടേബിളിൽ 5 ഉണ്ടോ? നോ. അപ്പൊ 5നേക്കാൾ താഴെയുള്ള മൾട്ടിപ്പിൾ ആണ് 4. 2 2s are 4. Then subtract 1. Then the last digit, that is 6. Then 16. How many times 16 into 16 എന്ന് പറയുന്ന നമ്പർ 2ന്റെ ടേബിളിൽ എത്ര പ്രാവശ്യം ഉണ്ട്? That is 8. 8 2s are 16. So the answer is 128. Okay. Then again 128 we have to divide with 2 because the ones digit is 8. Ones in place 8 ആയതുകൊണ്ട് നമുക്ക് ഈ നമ്പറിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, again we have to divide 2. 1ന് 2 ഇല്ല. Then 12 നോക്കി. 6 2s are 12. Then 8. 8ന് 2 4 times. ഇങ്ങനെ ഇവിടെ ഇട്ട് തെറ്റിക്കുക എന്നുള്ളവര് ഇതുപോലെ സൈഡിൽ ചെയ്ത് നോക്കിയിട്ട് വേണം ഇവിടെയോട്ട് ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, then again we have to divide with which number? That 64. Yes, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം because the ones digit is 4. Okay, again we have to divide with 2. 3 2s are 6. 2 2s are 4. Okay, again we have to divide with which number? Yes, 2 കൊണ്ട് വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിയേ 1 2s are 2. ഇവിടെ നമുക്ക് ക്യാരി ഓവർ 1 വന്നു. പിന്നെ നമുക്ക് 12 ആണ് കിടക്കുന്നത്. 12ൽ 2 6 times. Okay, again we have to divide with 2 അല്ലെ? 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം 8 കിട്ടുന്നു. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 4 കിട്ടുന്നു. വീണ്ടും 2 കൊണ്ട് ചെയ്യാം 2 കിട്ടുന്നു. വീണ്ടും 2 കൊണ്ട് ചെയ്യാം നമുക്ക് 1 കിട്ടുന്നു അല്ലെ? അപ്പൊ നമ്മള് ലാസ്റ്റ് 1 വരുന്നിടം വരെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? ലാസ്റ്റ് നമുക്ക് 1 വരുമ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ എഴുതാം നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിയാൽ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ നമ്പേഴ്സ് ആണ് ഈ കിടക്കുന്നതെല്ലാം. എല്ലാം 2 ആണ്. അപ്പൊ നമ്മൾ അതെല്ലാം ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. How many 2s? 1 2 3 4 5 6 7 8. 8 2s ഉണ്ട് അല്ലെ?
2 into 2 into 2 into 2 into 2 into 2 6 8 2s നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ 256നെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത് അല്ലെ. ഇത് നമ്മുടെ സ്ക്വയർ റൂട്ട് ആണ് കണ്ടുപിടിക്കുന്നത്. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിൽ നമുക്ക് ഒരെണ്ണം എടുക്കാം. രണ്ട് 2വിൽ നിന്ന് ഒരു 2 എടുത്തു. വീണ്ടും again we have to take 1 2, again we have to take 1 2, again we have to take 1 2. Okay, then 2 into 2 4, 4 into 2 8, 8 into 2 16. അപ്പൊ 256ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 16 ആണ്. എളുപ്പമാണ്, നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ തെറ്റിക്കരുത്. കാരണം നമുക്ക് തരുന്ന നമ്പറിനെ നമ്മളിങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലെ. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ അറിയാം. അത് കിട്ടിക്കഴിഞ്ഞ് നമ്മളെ നമ്പേഴ്സ് എല്ലാം കൂടി എടുത്ത് എഴുതുക. അതിനകത്ത് രണ്ടെണ്ണത്തിൽ നിന്ന് നമ്മൾ ഒരെണ്ണം എടുക്കും. രണ്ടെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം നമ്മൾ കോമൺ എടുക്കുന്നു. ഓക്കെ, ഇവിടെ 2 2വിൽ നിന്ന് ഒരു 2 എടുത്തു. ഇവിടെയും 2 2വിൽ നിന്ന് ഒരു 2 എടുത്തു. 2 2വിൽ നിന്ന് ഒരു 2 എടുത്തു. 2 2വിൽ നിന്ന് ഒരു 2 എടുത്തു. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് 16 കിട്ടും. ഈ 16 ആണ് 256ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് അല്ലെ. യെസ്റ്റർഡേ വി ഹാവ് ഡിസ്കസ്ഡ് ദാറ്റ് പ്രൈം ഫൈൻഡിങ് സ്ക്വയർ റൂട്ട് ബൈ സബ്ട്രാക്ടിങ് അല്ലെ. സബ്ട്രാക്ഷൻ മെത്തേഡാണ് നമ്മൾ ഇന്നലെ ചെയ്തത് അല്ലെ. അതായത് നമ്മൾ പ്രൈം നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്തു അല്ലെ, ത്രൂ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. പ്രൈം നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് പോയി. അതിലും സിമ്പിൾ ആണിത്. ഇത് നമ്മൾ ഡിവിഷൻ നടത്തി എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി അതിനകത്ത് ഈരണ്ടെണ്ണത്തിൽ നിന്ന് ഓരോന്ന് എടുത്തെഴുതി. ഓക്കെ, ക്ലിയർ ആയാലും എങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാന്ന്. ഓക്കെ, നമുക്ക് 1-2 പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഇവിടെ നോക്കിയേ, 1225 ആണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ. ഇതിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് മാറ്റി 1225 എന്ന് എഴുതി ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയപ്പം ഇവിടെ 1ന്റെ പ്ലേസിൽ 5 ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ 1ന്റെ പ്ലേസിൽ 5 ആയതുകൊണ്ട് നമുക്ക് അതിനെ ഏത് പ്രൈം നമ്പർ കൊണ്ട് ഡിവിഷൻ നടത്താൻ പറ്റും? യെസ്, 5 എന്ന് പറയുന്ന പ്രൈം നമ്പർ കൊണ്ട് ഡിവിഷൻ ചെയ്യാം അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. കാരണം ഇവിടെ 1ന്റെ പ്ലേസിൽ 5 ആണ്. അപ്പൊ അത് ഓർത്തോണം. നിങ്ങൾ ഡിവിസിബിലിറ്റി റൂൾസ് ഒക്കെ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അതൊന്ന് ഓർത്തെടുക്കുക. ഇവിടെ 1ന്റെ പ്ലേസിൽ 5 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആരും ഇതിനെ കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെക്കരുത്. 2 കൊണ്ട് ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 1225നെ 5 കൊണ്ട് നിങ്ങൾ ഇത്രയും വലിയ നമ്പർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ സൈഡിൽ വർക്കിംഗ് കോളത്തിൽ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം 12നകത്ത് 5 2 ടൈംസ് ആണ്, 10 കിട്ടി. ദെൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 കിട്ടുന്നു. അടുത്ത ഡിജിറ്റ് ഇറക്കി എഴുതി 22. 4 5s are 20. ദെൻ സബ്ട്രാക്ട് ചെയ്തു 2 - 0 2 ആണ്. അടുത്ത ഡിജിറ്റ് ഇറക്കി എഴുതി 25. In 25 5 is 5 times. 5 into 5 ആണ് 25 വരിക. So the answer is 245. അപ്പൊ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 245 കിട്ടി. ഓക്കെ, ഇനിയും നമുക്ക് ഇതിനെ ഏത് നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 5s are 20 ആണ്. ക്യാരി ഓവർ 4 വന്നു. 45 വന്നു. 45നകത്ത് 9 5s are 45 ആണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ 49 ആണ് അല്ലെ. ഇനി നമ്മൾ നോക്കി 49നെ നമുക്ക് 5 കൊണ്ട് പറ്റില്ല. കാരണം 1ന്റെ പ്ലേസിൽ 5 ആണെങ്കിൽ മാത്രമേ 5 കൊണ്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ 0 ആയിരിക്കണം അല്ലെ. അപ്പൊ നോക്കി 9 വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് 49 ആണ് വന്നിരിക്കുന്നത്. 2 പോസിബിൾ അല്ല, 3 പോസിബിൾ അല്ല അല്ലെ. 3 പോസിബിൾ അല്ല. പിന്നെ നമ്മുടെ 5ഉം പോസിബിൾ അല്ല അല്ലെ. പിന്നെ നമ്മുടെ അടുത്ത പ്രൈം നമ്പർ 7 ആണ്. അപ്പൊ നമുക്ക് നോക്കിയപ്പോൾ നമുക്കറിയാം 49 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. 7 into 7 49 ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കിട്ടുന്നു. Again we have to divide with 7. We get ലാസ്റ്റ് 1. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് അതിന്റെ ഫാക്ടേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് എഴുതാം ഇങ്ങോട്ട്. 1225ന്റെ ഫാക്ടേഴ്സ് നോക്കിക്കേ. 5 into 5 into
7 into 7 അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ രണ്ടെണ്ണത്തിൽ നിന്ന് ഒരെണ്ണമാണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 2 5 ഉണ്ട്, നമ്മൾ ഒരു 5 എടുത്തു. 2 7 ഉണ്ട്, ഒരു 7 എടുത്തു. ഓക്കെ, 5 into 7 35. അപ്പം റൂട്ട് ഓഫ് 1225ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 35 ആണ്. ക്ലിയർ ആയാലോ? ഏകദേശം ക്ലിയർ ആയാലോ? എങ്ങനെയാണ് ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡില് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 324 ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, 324 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 324നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. ഓക്കെ, വൺസിന്റെ പ്ലേസ് 4 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 1 6 2 കിട്ടി. അഗൈൻ വി ഹാവ് ടു ഡിവൈഡ് വിത്ത് 2, 81 കിട്ടി. 81നെ നമുക്ക് പിന്നെ 2 കൊണ്ട് പറ്റില്ല അല്ലെ. 81നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 27 കിട്ടുന്നു. വീണ്ടും 3 കൊണ്ട് ചെയ്യാം 9 കിട്ടുന്നു. വീണ്ടും 3 കൊണ്ട് ചെയ്യാം 3 കിട്ടുന്നു. വീണ്ടും 3 കൊണ്ട് ചെയ്യാം 1 കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫാക്ടേഴ്സ് എടുത്ത് എഴുതാം. 2 2 ഉണ്ട്, അതുപോലെ 4 3s ആണുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് 2 into 2 into 3 into 3 into 3 into 3 ഇതാണ് നമ്മുടെ ഫാക്ടേഴ്സ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ റൂട്ട് ഓഫ് 324ന്റെ റൂട്ട് എഴുതാൻ വേണ്ടി 2 2ൽ നിന്ന് നമ്മൾ ഒരു 2 എടുത്ത് എഴുതി. 2 3ൽ നിന്ന് ഒരു 3 എടുത്തു. വീണ്ടും again we have 2 3s that we take only 1 3. okay, then 2 into 3 6, 6 into 3 18. അപ്പൊ ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 18 ആണ്. റൂട്ട് ഓഫ് 324 ഈക്വൽ ടു 18. ഓക്കെ, അപ്പൊ നമ്മൾ റിപ്പീറ്റഡ് സബ്ട്രാക്ഷനേക്കാളും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. മറ്റേ നമ്മൾ ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്തുകൊണ്ട് പോകുന്നിരിക്കണം അല്ലെ. ഇത്രയും വലിയ നമ്പേഴ്സ് ഒക്കെയാണ് നമുക്ക് പോസിബിൾ അല്ല. ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ 1000 1225 അതൊക്കെ നമ്മൾ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ മെത്തേഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെയ്ത് വരണം. നോക്കി ഇവിടെ 35 ആണ്. അപ്പൊ നമ്മുടെ 35th സ്റ്റെപ്പിനെ നമ്മുടെ നമ്പർ 0 ആകുന്നുള്ളൂ അല്ലെ. അപ്പൊ അത്രയും നമ്മൾ ചെയ്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പോസിബിൾ അല്ല. അപ്പൊ അതിനും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് എക്സസൈസ് 6.3ലെ 4th ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. നമ്മൾ എക്സസൈസ് 6.3 4th ക്വസ്റ്റ്യൻ. ഫൈൻഡിങ് സ്ക്വയർ റൂട്ട് ബൈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് വൺ 729 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ. നോക്കിയ 729. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കി ഫസ്റ്റ് പ്രൈം നമ്പർ 2 ഈസ് നോട്ട് പോസിബിൾ അല്ലെ. 2 കൊണ്ട് നമുക്ക് ഇവിടെ ഡിവിഷൻ പോസിബിൾ അല്ല. നെക്സ്റ്റ് പ്രൈം നമ്പർ ദാറ്റ് ഈസ് 3 കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാവോ? നോക്കിക്കേ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കണ്ടീഷൻ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? യെസ്, നമ്മൾ ഈ ഡിജിറ്റിന്റെ എല്ലാം സം നോക്കും അല്ലെ. ഡിജിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം ഒരു 3യുടെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ഈ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ഡിജിറ്റ്സ് ഒക്കെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 7 + 2 9, 9 + 9 18 അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന നമ്പറിന്റെ ഡിജിറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 18 ആണ് കിട്ടുന്നത്. 18 എന്ന് പറയുന്ന 3യുടെ മൾട്ടിപ്പിൾ ആണോ? യെസ്, 18 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് 6 3s are 18 ആണ്. അപ്പൊ നമുക്ക് പറയാം ഇതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യം, ആദ്യം തന്നെ നമുക്കിത് ഡിവിഷൻ സാധ്യമാകുമോ നോക്കിയിട്ട് നമ്മൾ ചെയ്തു പോയാലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സൈഡിൽ ചെയ്ത് നോക്കിയിട്ട് വേണം എഴുതാൻ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിക്കും. അതുകൊണ്ട് നിങ്ങൾ സൈഡിൽ വർക്കിംഗ് കോളത്തിൽ ഡിവിഷൻ നോക്കുക. ഓക്കെ, നോക്കിയാൽ ഇവിടെ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 2 3s are 6 ആണ്. സബ്ട്രാക്ട് ചെയ്തു 1. നെക്സ്റ്റ് ഡിജിറ്റ് ഇറക്കി എഴുതി 12. 4 3s are 12 ആണ്. ദെൻ അഗെയിൻ ദ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. 9 എന്ന് പറയുന്ന നമ്പർ 3ന്റെ ടേബിളില് 3 ടൈംസ് ആണ്. ദാറ്റ് ഈസ് 3 3s are 9 അല്ലെ. അപ്പൊ
അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ 243 ആണ്. ഓക്കെ, വീണ്ടും നമുക്ക് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം ഇവിടെ 2 + 4 6, 6 + 3 9 ആണ് ഡിജിറ്റിന്റെ സം വന്നിരിക്കുന്നത്. 9 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 3. 9 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി വീണ്ടും ഇതിനെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 8 3s are 24, 1 3s are 3 ആണ്. ഓക്കെ, വീണ്ടും നമുക്കറിയാം 81നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 8 + 1 9 ആണ്. 9 is the multiple of 3. So we have to divide 81 with 3. Okay, 81നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 2 3s are 6, then 2 21, 7 3s are 21. ഇത് ഓർത്തോണം. 81നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത 27. Okay, ഇനി again we have to divide with 3 അല്ലെ. 27 is the multiple of 3. 27 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് നമുക്ക് 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 9 3s are 27. Again we have to divide with 3. 3 3s are 9. Again we have to divide with 3. Then 1 3s are 3. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന ഫാക്ടേഴ്സ് എല്ലാം ഒന്ന് എടുത്ത് എഴുതാം. നോക്കിക്കേ, 729 നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് ഏതൊക്കെയാണ്? 729 നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പം നമുക്ക് 3 ആണ് കിട്ടിയത്. 1 2 3 4 5 6 3s ആണുള്ളത് അല്ലെ. അപ്പൊ 3 × 3 × 3 × 3 × 3 × 3 അല്ലെ. നമുക്ക് 6 3s ആണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചു സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് 2 3യിൽ നിന്ന് ഒരു 3 നമ്മൾ എടുക്കും അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് 2 3യിൽ നിന്ന് ഒരു 3 എടുത്തു. അടുത്ത 2 3യിൽ നിന്ന് 3 എടുത്തു. ലാസ്റ്റത്തെ 2 3യിൽ നിന്ന് 3 എടുത്തു. ഓക്കെ, അപ്പം റൂട്ട് ഓഫ് 729 അല്ലെ. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 3 × 3 9, 9 × 3 27. ഓക്കെ, അപ്പം 729ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 27 ആണ്. ഓക്കെ, ക്ലിയർ ആയാലോ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാന്ന്? ഓക്കെ, ഓക്കെ, then second sub question 400 ആണ്. ഓക്കെ, 400നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 400നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം 1ന്റെ പ്ലേസിൽ 0 ആണ്. 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 2 2 × 2 4 വരും. 0 0 200 കിട്ടി. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് 100 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 50. 10നകത്ത് 2 5 ടൈംസ് ആണ് 50 കിട്ടുന്നത്. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25. Again we have to divide with 5. Then we get 5. Okay, then 5 1. Okay, കാരണം ഇവിടെ 25നെ പിന്നെ 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല. 25 ഉള്ള ടേബിൾ 5 ആണ്. 5 ആണ് വരുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഫാക്ടേഴ്സ് ഒന്ന് എടുത്തെഴുതാം. 400ന്റെ ഫാക്ടേഴ്സ് വന്നിരിക്കുന്നത് how many 2s? 4 2s ഉണ്ട്. 2 5 ആണ് കിടക്കുന്നത്. അപ്പൊ 2 × 2 × 2 × 2 × 5 × 5 അല്ലെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 400ന്റെ സ്ക്വയർ റൂട്ട് ആണ് അല്ലെ. ഫാക്ടേഴ്സ് നമ്മൾ എഴുതി. ഇനി നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. 2 2ൽ നിന്ന് നമ്മൾ ഒരു 2 എടുത്തു. ഇവിടെയും 2 2ൽ നിന്ന് ഒരു 2 എടുത്തു. ഇവിടെ 2 5ൽ നിന്ന് നമ്മളൊരു 5 എടുത്തു. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. 2 × 2 4 4 × 5 20. ഓക്കെ, അപ്പൊ റൂട്ട് ഓഫ് 400 എന്ന് പറഞ്ഞാൽ 20 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയാലോ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാന്ന്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1764. നമുക്ക് 1764ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ചെയ്യാൻ പോകുന്നത് അല്ലെ. നോക്കിയാൽ നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 1ന്റെ പ്ലേസ് 4 ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 2s are 16. Again 8, again 2. 882 എന്ന് കിട്ടി. ഓക്കെ, ഇനി നോക്കിയേ അടുത്ത നമ്മൾ വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 4 4 1 എന്ന് കിട്ടും. ഇനി നമുക്കിതിനെ 2 കൊണ്ട് പറ്റില്ല. കാരണം 1ന്റെ പ്ലേസ് 1 ആണ്. 2 കൊണ്ട് പറ്റില്ല. ഇനി നമ്മൾ അടുത്ത നോക്കും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാനായിട്ട് ഇവർ രണ്ടുപേരും ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യും അല്ലെ. 4 + 4 8, 8 + 1 9 ആണ്. 9 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ 3 കൊണ്ട് ചെയ്യാം. ഓക്കെ, 1 3s are 3. Then 14 വരും. 4 3s are 12. 21 വന്നു. 7 വന്നു. ഓക്കെ, വീണ്ടും നമ്മൾ നോക്കുകയാണ് 3 കൊണ്ട് പറ്റുമെന്ന്. 1 + 4 5, 5 + 7 12 ആണ്. 12 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് again we have to divide with 3. Okay,
4 3s are 12. Then ഇവിടെ ഒരു 2 ക്യാരി ഓവർ വരും 27. 9 3s are 27. ഇനി നമുക്കറിയാം 49 എന്ന് പറയുന്നത് 7ന്റെ ടേബിളിൽ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ 7 7. ഓക്കെ, അഗെയിൻ 7 1 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്കിതിന്റെ റൂട്ട് കണ്ടുപിടിക്കാം അല്ലെ. റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇവിടെ 2 2 ഉണ്ട്, 2 3 ഉണ്ട്, 2 7 ഉണ്ട് അല്ലെ. അപ്പൊ 2 2ൽ നിന്ന് നമ്മൾ ഒരു 3 എടുക്കുന്നു അല്ലെ. 2 2ൽ നിന്ന് ഒരു 2 എടുത്തു, 2 3ൽ നിന്ന് ഒരു 3 എടുത്തു, 2 7ൽ നിന്ന് ഒരു 7 എടുത്തു അല്ലെ. അത് നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 2 × 3 6, 6 × 7 42 ആണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇത് എടുത്ത് എഴുതി ഓരോന്നും രണ്ടിനകത്തുനിന്ന് ഓരോന്നും എടുത്ത് വേണം ചെയ്യാനായിട്ട്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 1764 ഈക്വൽ ടു 42 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 4096. 4096 ആണ് നമ്മളുടെ അടുത്ത ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 4096 നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 4096 നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കാരണം വൺസിന്റെ പ്ലേസിൽ 6 ആണ് അല്ലെ. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2048 എന്ന് കിട്ടും. വീണ്ടും നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 അപ്പൊ 1024 എന്ന് കിട്ടും. 1024 എന്ന് കിട്ടും. Again we have to divide with 2. വീണ്ടും ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾ ഈ ഡിവിഷൻ എല്ലാം സൈഡിൽ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് ആൻസർ എടുത്ത് എഴുതാൻ കേട്ടോ. ഡിവിഷനൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഞാൻ വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളിത് സൈഡിൽ ഡിവിഷൻ നടത്തുക, എന്നിട്ട് ഇവിടെയോട്ട് ആൻസർ എഴുതുക. ഓക്കെ, 5 2s are 10, 1 2 512 കിട്ടി. Again we have to divide with 2. Then 2 2s are 4, 5 6 കിട്ടും. ഓക്കെ, again we have to divide with 2. ഇത് ഡിവൈഡ് ചെയ്തിട്ട് എഴുതുന്ന ആൻസർ ആവട്ടെ ഇതല്ല. അപ്പൊ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് ആൻസേഴ്സ് എഴുതുക. 1 2 8. ഓക്കെ, again we have to divide with 2. 6 64 കിട്ടുന്നു. ഓക്കെ, again we have to divide with 2. 32 കിട്ടുന്നു. ഇനിയും നമുക്ക് 2 കൊണ്ട് ചെയ്യാം 16, ഇനിയും 2 കൊണ്ട് ചെയ്യാം 8, ഇനിയും 2 കൊണ്ട് ചെയ്യാം 4, ഇനിയും 2 കൊണ്ട് ചെയ്യാം 2, ഇനിയും 2 കൊണ്ട് ചെയ്യാം 1 കിട്ടും. അപ്പൊ നോക്കി ഒരു വലിയൊരു നമ്പർ ആയിരുന്നു അല്ലെ, 4096. ഇനി നമുക്ക് ഇതിന്റെ റൂട്ട് ഒന്ന് എഴുതാം. റൂട്ട് എഴുതാനായിട്ട് നമുക്ക് രണ്ടെണ്ണത്തിൽ നിന്ന് ഓരോന്ന് എടുക്കണം അല്ലെ. 2 2ൽ നിന്ന് ഒരു 2 എടുത്തു, വീണ്ടും 2 2ൽ നിന്ന് ഒരു 2 എടുത്തു, വീണ്ടും നമ്മൾ 2 2ൽ നിന്ന് ഒരു 2 എടുത്തു, വീണ്ടും 2 2ൽ നിന്ന് ഒരു 2 എടുത്തു. Again we have to take 1 2. Again we have to take 1 2. ഓക്കെ, നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32 ആണ്. 32 × 2 64 വരും. ഓക്കെ, അപ്പം 4096 റൂട്ട് ഓഫ് 4096 എന്ന് പറഞ്ഞാൽ 64 ആണ് വരിക. ഓക്കെ, ക്ലിയർ ആയാലോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്? ഡിവിഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഡിവിഷൻ. നിങ്ങൾ സൈഡിൽ വർക്കിംഗ് കോളത്തിൽ എഴുതി നോക്കിയിട്ട് ഇങ്ങോട്ട് ആൻസർ എഴുതുക. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. 7744. ഓക്കെ, 7744 ആണ്. ഓക്കെ, നമുക്ക് ഈ നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 3872 കിട്ടുന്നു. ഓക്കെ, again we have to divide with 2. Then we get 1936. ഇനിയും നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 9 2s are 18, then 6 2s are 12, then 8 2s are 16. അപ്പോൾ 968 കിട്ടി. വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 4 2s are 8, 8 4 കിട്ടി. വീണ്ടും 2 കൊണ്ട് 2 4 2, വീണ്ടും 2 കൊണ്ട് 1 2 1. 1 2 1നെ നമുക്ക് 2 കൊണ്ട് പറ്റില്ല അല്ലെ. 121 നമുക്ക് 2 കൊണ്ട് പറ്റില്ല. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 11ന്റെ സ്ക്വയർ ആണ് 121 അല്ലെ. 11ന്റെ സ്ക്വയർ ആണ് 121. നമ്മൾ 1 തൊട്ട് 20 വരെ സ്ക്വയേഴ്സ് പഠിച്ചതാണ്. അതിനകത്തുള്ളതാണ് 121 അല്ലെ. 11ന്റെ സ്ക്വയർ 121 ആയത് നമുക്ക് ഇതിന് 11 കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. 11 വീണ്ടും നമ്മൾ 11 കൊണ്ട് ചെയ്തു, 1 കിട്ടി. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആ 1 to 20 സ്ക്വയേഴ്സ് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നമ്പറൊക്കെ വരുമ്പോൾ നിങ്ങൾ അവിടെ അല്ലെങ്കിൽ എഴുതുകൊണ്ട് ചെയ്യും. ഇതിനെ 2 കൊണ്ടോ 3 കൊണ്ടോ 5 കൊണ്ടോ 7 കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. 11 എന്ന് പറയുന്ന പ്രൈം നമ്പർ കൊണ്ട് മാത്രമേ ഇത് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ട് ഒന്ന് എഴുതാം. റൂട്ട് ഓഫ് 7744 അല്ലെ. അപ്പം 2 2ൽ നിന്ന് ഒരു 2 എടുത്തു,
വീണ്ടും 2 2ൽ നിന്ന് ഒരു 2 എടുത്തു. Again 1 2. Again we take 1 11. Okay, 2 into 2 4, 4 into 2 8, 8 into 11 88. Okay, അപ്പം root of 7744 അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് 88 ആണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. ഒരു ലെന്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് സബ് ക്വസ്റ്റ്യൻസ് നമുക്ക് 9 സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ 6th ക്വസ്റ്റ്യൻ നോക്കിയേ, 9604. ഓക്കെ, 9604. നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 2s are 8, then 8 2s are 16, 0 2 എന്ന് കിട്ടുന്നു. വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 2 2s are 4, 4 2s are 8, 1 കിട്ടുന്നു. 2401 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് 2401നെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾ നോക്കാം. നോക്കിയേ, വൺസിന്റെ പ്ലേസ് 1 ആണ്, അതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് പറ്റില്ല. സോ വി ഹാവ് ടു ഡിവൈഡ് വിത്ത് 7. 5 കൊണ്ടും പറ്റില്ല, നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 7s are 21 വരും, 3 30 വരും, 7 4s are 28 വന്നു, വീണ്ടും 2 വന്ന് 21. അപ്പൊ നമുക്ക് 3 7s are 21 കിട്ടി. ഓക്കെ, ഇത് നോക്കിയേ, അടുത്ത് നമുക്ക് ഇതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് നോക്കിയേ. ഇതിനെ 3 കൊണ്ട് പറ്റില്ല, 2 കൊണ്ട് പറ്റില്ല, 5 കൊണ്ട് പറ്റില്ല, 7 കൊണ്ട് നമുക്ക് നോക്കാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കിയേ. 7 4s are 28 അല്ലെ, 7 4s are 28 ആണ്. then 63, 9 7s are 63 വന്നു. അപ്പൊ നമുക്കിതിനെ 7 കൊണ്ട് പറ്റും. വീണ്ടും 7 കൊണ്ടേ പറ്റുള്ളൂ. 7 again 7 1 കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ റൂട്ട് നോക്കാം. റൂട്ട് ഓഫ് 9604 അല്ലെ. നോക്കിയ 2 2ൽ നിന്ന് നമ്മൾ ഒരു 2 എടുത്തു, 2 7ൽ നിന്ന് ഒരു 7 എടുത്തു, വീണ്ടും 2 7ൽ നിന്ന് ഒരു 7 എടുത്തു അല്ലെ. 2 into 7 14 ആണ്. 14 into 7, 14 into 7, 4 into 7 28, 98. So the answer is 98. Okay, 98ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ 98ന്റെ സ്ക്വയർ ആണ് 9604 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5929, അതാണ് നമ്മുടെ 7th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 5929. ഓക്കെ, ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് വി ഹാവ് ടു ആഡ് ദീസ് നമ്പേഴ്സ്, add the digits of these numbers. We didn't get the multiple of 3. നമ്മൾ ഇതിന്റെ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3യുടെ മൾട്ടിപ്പിൾ അല്ല കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കുമ്പോൾ 5 എന്തായാലും പറ്റില്ല അല്ലെ. വൺസിന്റെ പ്ലേസിൽ 9 ആണ്, 5 പറ്റില്ല. പിന്നെ നമുക്ക് 7 ആണ്, അപ്പൊ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 847 ആണ്. ഓക്കെ, again we have to divide with 7. we get 121 അല്ലെ. 121 നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അല്ലെ. 121 എന്ന് പറയുന്നത് ഏതിന്റെ സ്ക്വയർ ആണ്? യെസ്, 11ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 11 കിട്ടുന്നു. again we have to divide with 11, then 1. ഓക്കെ, അപ്പൊ നമുക്ക് റൂട്ട് ഓഫ് 5929ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 7ൽ നിന്ന് ഒരു 7, 2 11ൽ നിന്ന് ഒരു 11, that is equal to 77. 77 ആണ് റൂട്ട് ഓഫ് 5929ന്റെ സ്ക്വയർ റൂട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. 9216. 9216 ആണ് നമുക്ക് തന്നിരിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 9216 നമുക്കറിയാം, നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ബിക്കോസ് ദ വൺസ് ഡിജിറ്റ് ഈസ് 6. വൺസിന്റെ ഡിജിറ്റ് 6 ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 2s are 8, 12, 6 2s are 12 വരും, then 0 8 വരുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെയ്യുമ്പം ചിലർ ഇവിടെ തെറ്റിക്കും. 9216നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 2s are 8, 1 12, 6 2s are 12. അടുത്ത നമ്മൾ 1 ഇറക്കി എഴുതി. 1 എന്ന് പറയുന്ന നമ്പറിൽ 2 ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. അത് ഒരുപാട് കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ഡിവിഷൻ ആണ് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ. അപ്പൊ 1 എന്ന് പറയുന്ന നമ്പറിനകത്ത് 2 ഇല്ല. സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മൾട്ടിപ്പിൾ 2-ലാണ് അല്ലെ. അപ്പൊ നമ്മളിവിടെ എന്ത് കൊടുത്തിരിക്കണം? 0 കൊടുത്തിരിക്കണം. പലരും അത് കൊടുക്കില്ല, കൊടുക്കാതെ ചെയ്തിട്ട് എവിടെയെങ്കിലും കൊണ്ട് തെറ്റിക്കും, പിന്നെ നമുക്ക് ആൻസർ കിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. പിന്നെ നമ്മൾ 8 6 ഇറക്കി എഴുതി. 8 2s are
16 വരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിവിഷൻ നിങ്ങൾ ഓർത്തോണം. നിങ്ങൾ തെറ്റിക്കുന്നത് കൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ഒന്ന് ചെയ്ത് കാണിച്ചത്. ഓക്കെ, ഇനി 4618 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 2s are 4, 3 2s are 6, 0 4. Again we have to divide with 2. 1 1 2s are 2, then 5 2 കിട്ടുന്നു. Again we have to divide with 2. 5 5 2s are 10, then 7 2s are 14, then 6 2s are 12. Again we have to divide with 2. ഇവിടെ എല്ലാം വൺസിന്റെ ഡിജിറ്റ് 2 ഉം 4 ഉം 8 ഉം 6 ഒക്കെ. അപ്പൊ നമുക്ക് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. Then 8, then 8. Again we have to divide with 2. 1 4 4. Again we have to divide with 2. 72. Again divide with 2. 36. ഇനിയും നമുക്ക് ഡിവൈഡ് ചെയ്യാം 2 കൊണ്ട്. 18. Then again 2 9. ഇനി നമുക്ക് 3 കൊണ്ടേ പറ്റുള്ളൂ. 3 3 1 കിട്ടുന്നു അല്ലെ. ഇവിടം വരെ നമുക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ വൺസിന്റെ പ്ലേസിന്റെ ഡിജിറ്റ് 2 6 4 8 ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫാക്ടേഴ്സ്, നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് 9216 നോക്കിയേ. 2 2 ൽ നിന്ന് 2, again 2, again 2, again 2, again 2, പിന്നെ നമുക്ക് കിടക്കുന്നത് 2 3 ആണ്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 2 4, 4 2s are 8, 8 2s are 16, 16 into 2 32 ആണ്. 32 into 3, 32നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 96 വരുന്നു. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 96ന്റെ റൂട്ടാണ് ഈ 9216 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങൾ എവിടെയെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടില്ല. ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 0 ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകും അല്ലെ. അപ്പൊ നിങ്ങൾ മുന്നോട്ട് ചെയ്തു പോയിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് റൂട്ട് കിട്ടാതെ വരും. അപ്പൊ ഈ ഡിവിഷൻ എല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം. ഡിവിഷൻ നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ടേ പഠിച്ചു പോരുന്നതാണ്. അപ്പൊ അതൊന്നും കൂടെ ഒന്ന് ചെയ്ത് പഠിക്കുക. ഇതെല്ലാം സെപ്പറേറ്റ് നിങ്ങൾ ബുക്കില് വർക്കിംഗ് കോളത്തിൽ ചെയ്തിട്ട് വേണം ഇവിടെ ഇങ്ങനെ ആൻസർ എഴുതി പോകാനായിട്ട്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ 5. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ് 529. 529 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് 2 കൊണ്ട് പറ്റില്ല, 2 കൊണ്ട് പോസിബിൾ അല്ല. 3 കൊണ്ട് നോക്കുമ്പം 5 + 2 7, 7 + 9 16 ആണ്. 3യുടെ മൾട്ടിപ്പിൾ അല്ല, 3 പറ്റില്ല, 7 പറ്റില്ല. അങ്ങനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് ഇങ്ങനെ നോക്കി വരുമ്പം നമുക്ക് ലാസ്റ്റ് 23 എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട്, 23 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ കൊണ്ട് മാത്രമേ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 23യുടെ സ്ക്വയർ ആണ് 521. നമ്മൾ പ്രൈം നമ്പേഴ്സ് എല്ലാം നോക്കി, 2 നോക്കി, 3 5 7 അതുപോലെ 11 അതൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കി, 13 അങ്ങനെയൊക്കെ നോക്കിയിട്ട് കിട്ടുന്നില്ല. നമ്മൾ 23യിലാണ് ലാസ്റ്റ് വന്നത്. 23 കൊണ്ട് മാത്രമേ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും നമുക്ക് 23 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 2 23 നിന്ന് ഒരു 23. അപ്പൊ 529ന്റെ റൂട്ട് ഒന്ന് പഠിച്ചു വെച്ചോളുക, 23 ആണ്. 23യുടെ സ്ക്വയർ ആണ് 529. ഓക്കെ, ക്ലിയർ അല്ല? അപ്പൊ ഇതൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു. 4th ക്വസ്റ്റ്യനകത്ത് സബ് ക്വസ്റ്റ്യൻസ് 9 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫൈൻഡിങ് ദ സ്ക്വയർ റൂട്ട് ബൈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എടുത്ത് ചോദിക്കും. ഓരോ മെത്തേഡും എടുത്ത് അവർ ചോദിക്കും. അപ്പൊ ആ ഒരു മെത്തേഡ് മാത്രമേ ചെയ്യാവുള്ളൂ. അവർ പറഞ്ഞിരിക്കുന്ന മെത്തേഡിൽ മാത്രം ആൻസർ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.